വിചിന്തനങ്ങൾ കേട്ട് കാണും. ഞാൻ ചില കാര്യങ്ങൾ നമ്മൾക്കറിയാവുന്നതും എന്നാൽ മറന്നുപോയതുമായ ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചേർത്ത് വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് മാലാഖമാർ. മാലാഖ എന്ന വാക്ക് വരുന്നത് ഗ്രീക്കിലെ ആഞ്ചലോസ് എന്ന വാക്കിൽ നിന്നാണ്. മാലാഖ എന്ന് പറഞ്ഞാൽ ബുദ്ധിയും മനസ്സുമുള്ള ആത്മീയ ജീവികളാണ്. ബുദ്ധിയും മനസ്സുമുള്ള ആത്മീയ ജീവികൾ എന്ന് പറയുമ്പോൾ ശരീരം ഇല്ലാത്ത ജീവികളാണ്. വ്യക്തിത്വമുള്ളവരാണ്, അനശ്വരമായ ജീവികളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ചുറ്റുമുണ്ട് ഈ മാലാഖമാർ. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല, എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഗ്രിഗറി പാപ്പ പറയുന്നത്, ദൈവം ഒരു ചുമതല നിർവഹിക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെടുമ്പോഴാണ് ഓരോ മാലാഖയും ഉണ്ടാകുന്നത്. ദൈവത്തിന് പ്രത്യേകമായിട്ടൊരു പദ്ധതി അനുസരിച്ച് ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ഈ ദൈവ അരൂപിയെ അല്ലെങ്കിൽ ദൈവദൂതനെ അയക്കുന്നു. അങ്ങനെ ദൗത്യം സ്വീകരിക്കുമ്പോഴാണ് മാലാഖയായിട്ട് വരിക. മാലാഖമാരുടെ ദൗത്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കുക, കാവലാകുക, സംരക്ഷിക്കുക, രക്ഷാകര ചരിത്രത്തിൽ മനുഷ്യനെ സഹായിക്കുവാൻ നിയോഗിക്കപ്പെടുക. ദൈവത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കുന്നവർ, അങ്ങനെ നിരവധിയായ മാലാഖമാരുടെ ശൃംഖലകൾ നമുക്കുണ്ട്. 9 മാലാഖമാരുടെ ഗണത്തെ 3 തരത്തിലായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. സഭയുടെ പഠനങ്ങളിൽ അപ്രകാരമാണ് പറയുന്നത്. സെറാഫിം, കെറൂബിം, ത്രോണൻ എന്ന ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട മാലാഖമാർ. രണ്ടാമത്തെ വിഭാഗം അതൊരു മിഡിൽ, അവരെ പറയുന്നത് ഡൊമിനിയൻസ്, വെർച്യൂസ്, പവേഴ്സ്, ശക്തികന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ഗണം പ്രിൻസിപ്പാലിറ്റീസാണ്. അതിനോടൊപ്പം തന്നെ ആർക്കേഞ്ചൽസ്, മുഖ്യദൂതന്മാരും മറ്റ് മാലാഖമാരും. അങ്ങനെ 9 തരത്തിലുള്ള മാലാഖമാരാണ് ഉള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് ഇപ്രകാരം 3 ഗണത്തിലുള്ള മാലാഖമാരുണ്ട്. അതിൽ ഏറ്റവും താഴെ എന്ന് വേണം പറയാം മുഖ്യദൂതന്മാരും മാലാഖമാരും. മുഖ്യദൂതൻ എന്ന് പറയുന്നത് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സ്വീകരിച്ചു കൊണ്ട് വരുന്നത് കൊണ്ടാണ് മുഖ്യദൂതൻ എന്ന് പറയുന്നത്. ദൂത് കൊടുക്കലല്ല, ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ് മുഖ്യദൂതൻ എന്ന് അറിയപ്പെടുന്നത്. അതിന് മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ 3 മുഖ്യദൂതന്മാരാണുള്ളത്, നമുക്കറിയാവുന്നതാണ്. മുഖ്യദൂതനായ മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്ക് തന്നെയാണ്. ദൈവത്തെ പോലെ ആരുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ പോലെ ഉള്ളവൻ. ദൈവം എവിടെയൊക്കെ പോകണമോ അവിടെയൊക്കെ എത്തേണ്ട ദൂതനാണ് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ. വിശുദ്ധ ഗബ്രിയേലിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം എവിടെയൊക്കെ എത്തിക്കണമോ അവിടെയൊക്കെ എത്തേണ്ട ദൂതനാണ് ഗബ്രിയേൽ ദൂതൻ. ലുക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് സംസാരിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 11 മുതൽ 38 വരെ വാക്യങ്ങളിൽ സക്രിയാസിൻ്റെ അടുത്തെത്തുന്ന മുഖ്യദൂതനായ ഗബ്രിയേലിനെ കാണുന്നു. റഫായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം, ഗബ്രിയേലിൻ്റെ അർത്ഥം സന്ദേശകനാണെങ്കിൽ റഫായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സുഖപ്പെടുത്തുന്നു, ദൈവം സംരക്ഷണം നൽകിക്കൊണ്ട് സൗഖ്യമാക്കി കൂടെ നടക്കുന്നു എന്നുള്ളത്. റഫായേൽ മാലാഖയെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നത് തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 15-ലാണ്. കൂടെ നടന്നുകൊണ്ട് സൗഖ്യപ്പെടുത്തുന്ന റഫായേൽ മാലാഖയെ നമ്മൾ കാണുന്നു. അങ്ങനെ പ്രധാന മാലാഖമാരുടെ ദൗത്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി കഴിയുമ്പോൾ മിഖായേൽ എന്ന മാലാഖയുടെ ദൗത്യം എന്താണ് എന്ന് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ 2 വായനകളിലൂടെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു.
ദൈവത്തെപ്പോലെ ആരുണ്ട്? മനുഷ്യനെന്നും ചോദിച്ചിരുന്ന ചോദ്യമാണ്. ദൈവത്തെപ്പോലെ ആയിത്തീരുവാനുള്ള വലിയ ആഗ്രഹമുണ്ടായപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, പാമ്പ് അല്ലെങ്കിൽ സാത്താൻ സ്ത്രീയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവത്തെപ്പോലെ നിങ്ങളാകും, ഈ ഫലം ഭക്ഷിച്ചാൽ ദൈവത്തെപ്പോലെ ആകും. മനുഷ്യൻ്റെ ഉള്ളിലുള്ള തൃഷ്ണയാണ് ദൈവത്തെപ്പോലെ ആയിത്തീരുക. ആയതിനാൽ മനുഷ്യനെ എങ്ങനെയാണ് തകിടം മറിക്കേണ്ടതെന്ന് വ്യക്തമായ കരുതലോടുകൂടി പ്ലാൻ ചെയ്തുകൊണ്ട് സാത്താൻ വരികയാണ്. നീ ദൈവത്തെ അനുസരിക്കാതിരുന്നുകൊണ്ട്, നീ ദൈവത്തെ നിരാകരിച്ചുകൊണ്ട് നീ ദൈവത്തെപ്പോലെ ആകാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യത്തെ പാപം ഉണ്ടാകുന്നു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 4 ബാബേൽ ഗോപുരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നത്, നമുക്ക് ആകാശം മുട്ടുന്ന ഗോപുരം ഉണ്ടാക്കാം, സ്വർഗത്തെ അമ്പരചുംബികളാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിക്കുന്ന സമയത്ത് ദൈവം അവൻ്റെ ഭാഷ ചിതറിക്കുകയും മനുഷ്യന് ദൈവത്തിൻ്റെ അടുത്തെത്താൻ സാധിക്കില്ല എന്ന വലിയ സന്ദേശം നൽകുകയും ചെയ്യുകയാണ്. ആയതുകൊണ്ട് ഈ ചോദ്യം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ തൃഷ്ണയാണ് ദൈവത്തെ പോലെ ആയിത്തീരുക എന്ന്. അതുകൊണ്ട് മിഖായേൽ ദൈവത്തെ പോലുള്ളവൻ ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നവൻ, അവൻ എന്നും പറയുന്നതാണ്, എവിടെ അഹങ്കാരമുണ്ടോ, എവിടെ പൈശാചിക ചിന്തയുണ്ടോ, എവിടെ ദൈവത്തെ പോലെ ആകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി മനുഷ്യൻ ഈ ഭൂമുഖത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അവിടെയൊക്കെ മിഖായേലുണ്ട്. മിഖായേൽ പൊതുവെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ 3 തരം ചിന്തകളുണ്ടെന്നാണ് പറയുന്നത്. ദൈവിക ചിന്ത, മാനുഷിക ചിന്ത, പൈശാചിക ചിന്ത. ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് പ്രകാരമാണ്, അത് മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാണ്: തെറ്റ് ചെയ്യുന്നത് മാനുഷികമാണ്, തെറ്റ് ക്ഷമിക്കുന്നത് ദൈവികമാണ്, എന്നാൽ തെറ്റിൽ തന്നെ ആയിരിക്കുന്നത് അത് പൈശാചികമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാം, അത് മാനുഷികമാണ്, എന്നാൽ തെറ്റ് ക്ഷമിക്കുവാനും അത് തിരുത്തുവാനും കഴിയുമ്പോൾ ദൈവികമായ ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ തെറ്റിൽ തന്നെ മുഴുകിക്കൊണ്ട് തെറ്റാണ് സന്തോഷകരമെന്ന നിലയിൽ ജീവിക്കുമ്പോൾ അത് പൈശാചികമായി തീരുന്നു. വിശുദ്ധ മിഖായേലിനെ കുറിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 13 പറയുന്നു, പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. ദാനിയേലിൻ്റെ ദർശനത്തിൽ ഒരു ദൈവദൂതനെ പോലെയുള്ള ഒരുത്തൻ വന്ന് പറയുകയാണ്, എൻ്റെ സഹായത്തിനെത്തിയെന്ന്. അപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മോട് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും സഹായകനായിട്ട് എത്തുന്നവനാരോ അവനാണ് മിഖായേൽ. വീണ്ടും 10-ാം അധ്യായം 21 പറയുന്നു, നിന്റെ കാവൽ ദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതുവാനായിട്ട് ആരുമില്ല. ശത്രുക്കൾക്കെതിരെ പൊരുതുവാനായിട്ട് കൂടെ നൽകിയിരിക്കുന്ന ഒരു മാലാഖയാണ് മിഖായേൽ എന്ന് 10-ാം അധ്യായം 21 പറയുന്നു. വീണ്ടും 12-ാം അധ്യായം 1 പറയുന്നു, നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട്, ജനത്തെ ശക്തമായി മുന്നോട്ട് പോകുവാനായിട്ട് നയിക്കുന്ന, ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മാലാഖയുടെ പേരാണ് മിഖായേൽ എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. യൂദാസിന്റെ പുസ്തകം ലേഖനത്തിൽ 1-ാം അധ്യായം 9 ഇപ്രകാരം പറയുന്നു, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ അവൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. വിവേകത്തോടെ പെരുമാറുന്ന ഒരു മാലാഖയാണ് മിഖായേൽ എന്ന് യൂദാസിന്റെ ലേഖനം 1-ാം അധ്യായം 9 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 9 വരെ വാക്യങ്ങളിൽ, അത് നമ്മൾ ഇന്ന് 2-ാമത്തെ വായിച്ചു കേട്ടതാണ്. സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി, സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു, എന്നാൽ അവർ പരാജയപ്പെട്ടു. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം
സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. ഈ ലോകത്തിലേക്ക് എങ്ങനെയാണ് പിശാച് കടന്നു വന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വെളിപാടിൻ്റെ പുസ്തകം. ദൈവവുമായിട്ടും ദൈവദൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് നിലനിൽക്കാതെ ഈ ഭൂമിയിലേക്ക് വലിച്ച് എറിയപ്പെട്ടവരാണ് ഈ സാത്താന്മാര്. ഇന്ന് AI-യുടെയും ChatGPT-യുടെയും ഒരു കാലഘട്ടമാണ്. പുരാതന സർപ്പം ആധുനികതയുടെ വസ്ത്രമണിഞ്ഞ് മോഡേൺ മീഡിയയുടെ കവചം അണിഞ്ഞാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. കത്തോലിക്ക സഭയെ നശിപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ChatGPT-യിൽ നമ്മളൊന്ന് കൊടുത്താൽ പിശാച് ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു 8 എണ്ണമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ 3 ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കത്തോലിക്ക സഭയെ തകർക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിൽ ഒന്നാമതായിട്ട് നമ്മെ സംബന്ധിച്ച് പറയുന്നത് കുടുംബത്തെ തകർക്കുക, വിവാഹത്തെ തകർക്കുക, ലൈംഗികത അത് അധാർമികയാക്കി തീർക്കുക, വ്യക്തികളെ ഒറ്റപ്പെടുത്തുക, കൂദാശകളെ, ഏറെ പ്രത്യേകിച്ച് കുമ്പസാരം, കുർബാന എന്ന കൂദാശകളെ നിസ്സാരവൽക്കരിക്കുക. നമ്മളിന്ന് കാണുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ തകർക്കുന്ന രീതിയിൽ പല പല ചിന്തകളും പൈശാചിക പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിവാഹന ഉദാശ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. വ്യക്തികളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മൊബൈൽ എന്ന ചെറിയ ഉപകരണത്തിൻ്റെ അകത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെ എല്ലാവരെയും ഇങ്ങനെ ആഞ്ഞ് വളർത്തുമ്പോൾ പിശാച് വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് സഭയിൽ രാഷ്ട്രീയം വളർത്തുക, പണത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി കത്തോലിക്കർ പരസ്പരം പൊരുതുക, സുവിശേഷത്തെക്കാൾ ആഡംബരത്തിന് പ്രാധാന്യം കൊടുക്കുക. ചിലപ്പോഴൊക്കെ ചില ഇടവകളിൽ ഞങ്ങൾ ഇടവക സംരക്ഷകരാണ് എന്ന നിലയിലൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഇടവകയെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? വിശ്വാസികളെ സംരക്ഷിക്കുന്നത് ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വാസികളുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്ന മിഖായേൽ മാലാഖ ഉണ്ടെങ്കിൽ മറ്റ് സംരക്ഷകരുടെ ആവശ്യമില്ല. ജഡികമായ മോഹങ്ങളും ജഡികമായ ചിന്തകളും വരുമ്പോഴാണ് ഇടവക സംരക്ഷണമെന്നും അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇടവക സമൂഹത്തെ നിരായുധീകരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നും വ്യതിമാർ ചിന്തിക്കുന്ന രീതിയിൽ, ചലിപ്പിക്കുന്ന രീതിയിൽ മറ്റു പിശാചിൻ്റെ പൈശാചികമായ തന്ത്രങ്ങൾ ഇന്ന് എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമതായിട്ട് ജനങ്ങളുടെയും വൈദികരുടെ ഇടയിൽ ഭിന്നത സൃഷ്ടിക്കുക. വൈദികരും ജനങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ ഇടർച്ചയിലാക്കുക. കുടുംബങ്ങളിലൊക്കെ വിഷവിത്തുകൾ നൽകിക്കൊണ്ട് അപ്പനും അമ്മയും മാതാപിതാക്കളും അടങ്ങുന്ന മക്കളും അടങ്ങുന്ന ആ കുടുംബത്തെ ശിഥിലമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പിശാച് അട്ടഹസിക്കുകയാണ്, ചിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളിൽ യേശു തൻ്റെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അവനെ നോക്കി പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുക. നീ ദൈവപുത്രനാണെങ്കിൽ സാത്താനായ എന്നെ കുമ്പിട്ട് ആരാധിക്കുക. ദൈവപുത്രനായ ഈശോയോട് ഇപ്രകാരം പിശാച് ചോദിച്ചെങ്കിൽ നമ്മെ നോക്കി, ദൈവത്തിൻ്റെ മക്കളായ നമ്മെ ഓരോരുത്തരെയും നോക്കി ഓരോ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംശയങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഇടയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചുകൊണ്ട്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നുണ പറഞ്ഞുകൊണ്ട് പിശാച് നമ്മെ ഓരോരുത്തരെയും പ്രലോഭിപ്പിക്കുകയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട്. ഈശോയ്ക്ക് നൽകിയ ആ വലിയ വാക്കുകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നമ്മെ നോക്കിയെന്നും പറയുന്നത് തന്നെയാണ്, നീ എൻ്റെ പ്രിയപുത്രനാണ്, എൻ്റെ പ്രിയപുത്രിയാണ്. ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്ന ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള പ്രലോഭനങ്ങളോ പ്രേരണ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. വിശുദ്ധ മിഖായേൽ മാലാഖ ഇന്ന് നമ്മോട് പറയുകയാണ്,
കൂടെയുള്ളവനാണ് ഞാൻ. ദൈവത്തെ പോലെ ആരുണ്ട് എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്ന മിഖായേൽ മാലാഖ നമ്മെ ശക്തിപ്പെടുത്തുന്നു. 2019, 2022 കാലഘട്ടത്തിൽ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ചെറിയ ചെറിയ ചിന്തകൾ അന്നുണ്ടായിട്ടുണ്ട്. അത് അത്ഭുതങ്ങളാവാം, അത് ചിലപ്പോൾ ചില ദർശനങ്ങളാവാം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ടുണ്ടായത് ഒരു സംരക്ഷണത്തെക്കുറിച്ചുള്ള, സഹായത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ്. 2020 മുതൽ 2022 വരെ നമ്മളുടെ ഓൺലൈൻ ബലി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമായിരുന്നു. നമുക്കറിയാം, ഇത്രമാത്രം കുർബാന ലോകത്തിൽ മുഴുവൻ നമ്മൾ അർപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാണുവാൻ വേണ്ടി അത് ട്രാൻസ്മിറ്റ് ചെയ്താൽ പിശാചിന് സഹിക്കില്ല. മിക്കവാറും ദിവസങ്ങളിൽ ജൂഡ്സിനറിയാം, റെൽസിനറിയാം, ഡയസിനറിയാം, ചിലപ്പോൾ കറണ്ട് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ശബ്ദമില്ലാതെ ആയി പോകും. അങ്ങനെ പല വിധത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു, മിഖായേൽ മാലാഖ നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒന്നിനെയും പേടിക്കണ്ട. അതുകൊണ്ട് തന്നെ കൃത്യം 6:30 ആകുമ്പോൾ കുർബാന തുടങ്ങുവാനുള്ള സൗകര്യം എല്ലാ ദിവസവും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പോലും മുടങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ ദേവാലയ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ മഴ പെയ്യുമോ എന്ന് ഓർത്ത് ഓടാൻ നിൽക്കുന്ന വെച്ചാൽ ജോൺ അടക്കമുള്ള പ്രസിഡന്റുമാരോട് പറഞ്ഞത് മഴ പെയ്യില്ല. മഴ പെയ്യില്ല എന്ന് പറഞ്ഞാൽ മഴ പെയ്യില്ല എന്ന് തന്നെയാണ്. അത് വിശ്വാസത്തോടെ പറയുവാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. അതിന് നമുക്ക് ആവശ്യം മിഖായേൽ മാലാഖയോടും അതുപോലെ പുണ്യവാന്മാരോടുമുള്ള ആ മാധ്യസ്ഥം തേടിയുള്ള കർത്താവിലുള്ള ആശ്രയബോധമാണ്. രണ്ടാമതായിട്ട് ഒരു സാക്ഷ്യമാണ്. UK-യിൽ നിന്നാണോ അത് ദുബായിൽ നിന്നാണോ എന്നെ അറിയിച്ചെന്ന് ഞാൻ മറന്നുപോയി. ഒരു കുടുംബം വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ എന്നും വലിയ പ്രശ്നമായിരുന്നപ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന ഒരച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ആരാണ് മിഖായേൽ എന്ന് പേരുള്ള ആൾ? അപ്പോൾ അവർ ഒരു പിടുത്തം കിട്ടിയില്ല. വീട്ടിലുള്ള ആൾക്കാരുടെ പേരൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ല ബന്ധുക്കളുടെ പേരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ പേരുള്ള ആരുമില്ല. പിന്നീട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുർബാന കാണുവാനായിട്ട് ഓൺലൈൻ വെച്ചപ്പോഴാണ് സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ. അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്, മിഖായേൽ സഹായകനായിട്ടുള്ളത് അത് മാലാഖയാണ്, മുഖ്യദൂതനായ മിഖായേൽ മാലാഖയാണ്. ആ നിമിഷം എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ സഹായിക്കുവാനായിട്ട് മിഖായേൽ മാലാഖ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം കിട്ടിയ നിമിഷമാണത്. മൂന്നാമതായിട്ട് തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ അയച്ച ഒരു കത്ത്, അതിനുശേഷം ആ കത്തിൻ്റെ നന്ദി പറയുവാൻ ഇവിടെ എത്തിയ ഒരു സ്ത്രീയുടെ, ഒരു മകളുടെ സാക്ഷ്യം. ആ കത്ത് പ്രകാരമായിരുന്നു വിശുദ്ധ മിഖായേൽ മാലാഖയെ വെള്ളിയാഴ്ച നൊവേനയിൽ പങ്കുചേർന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചതാണ്. ബലിയർപ്പിക്കുന്നത് ഞാനായിരുന്നു. അന്ന് ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിലാണ് ആ മകൾ പ്രാർത്ഥിച്ചത്. ഈ നിൽക്കുന്ന വൈദികന്റെ പൗരോഹിത്യത്തിന് നീ മൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പന് സൗഖ്യം നൽകണം. ഞാനത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കൊടും ചതിയായിപ്പോയി. ഇങ്ങനെ വിറ്റ് കാശാക്കാൻ വേണ്ടിയാണോ അച്ഛനെ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്, ഈ നിൽക്കുന്ന അച്ഛൻ്റെ പൗരോഹിത്യത്തെ നീ വിലമതിക്കുന്നെങ്കിൽ എൻ്റെ അപ്പന് സൗഖ്യം നൽകണമെന്ന്. അത് വെറുതെ ചെറിയ പൊട്ടലോ ചീറലൊന്നുമല്ല, ജീവിതകാലത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ സുഖപ്പെടുത്തണമെന്നാണ് പറയുന്നത്. പക്ഷേ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥത്തിന് അത് ഉണ്ടായെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ വന്നത്? എനിക്ക് വരണം, വന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ഒരിക്കലും അന്ധവിശ്വാസമല്ല, നമ്മുടെ വിശ്വാസമാണ്. ശക്തമായ വിശ്വാസം നമുക്ക് എന്നും ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത വിശുദ്ധ മിഖായേൽ മാലാഖ ഈ തിരുനാളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചുരുക്കുകയാണ്. എല്ലാ ദിവസവും മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. ലയോ 13 പാപ്പ നൽകിയിരിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ,
സംരക്ഷക എന്നുള്ള പ്രാർത്ഥന. സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സംരക്ഷണത്തിന് നമ്മെ സമർപ്പിക്കണം. നമ്മുടെ മക്കളുടെയൊക്കെ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് അവർ പോകുമ്പോൾ, ഇറങ്ങിപ്പോകുമ്പോൾ മാതാപിതാക്കൾ പറയണം, സംരക്ഷിക്കുവാനായിട്ട് കൂടുതൽ നിങ്ങളുടെ മിഖായേൽ മാലാഖയെ നൽകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞയക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുമ്പസാരത്തിനും കുർബാനയ്ക്കും പ്രാധാന്യം കൊടുക്കണം. മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് ശാഠ്യം പിടിക്കണം. സാധിക്കുമ്പോഴൊക്കെ കുർബാനയിൽ പങ്കുകൊള്ളുവാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ചിന്തകളെ കൂടുതൽ ബലപ്പെടുത്തുവാനായിട്ട് ദൈവികമായ ചിന്തകളുള്ളവരായിത്തീരുക. ഓരോ ചിന്തയും വരുമ്പോൾ അത് മാനുഷികമാണോ, അത് ദൈവികമാണോ, അത് പൈശാചികമാണോ എന്ന് ചിന്തിച്ചിട്ട് ദൈവികമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവവും ദൈവദൂതന്മാരും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഈ ഭൂമിയിൽ കൂടുതൽ നന്മ ചെയ്യുവാനായിട്ട്, സ്നേഹം വിതയ്ക്കുവാനായിട്ട്, ഫ്രാൻസിസ് പാപ്പയുടെ വാക്കിൽ പറഞ്ഞാൽ ഡിലെക്സിറ്റ് നോസ് ഹീ ലവ്ഡ് അസ്. അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഈ തിരുനാൾ ആഘോഷത്തിലൂടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇടവക സമൂഹത്തിലും നമ്മുടെ കത്തോലിക്ക സമൂഹത്തിലും നന്മകൾ ഒരുപാടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.